ആ മെട്രോ റെയിൽവേ സ്റ്റേഷൻ ബാത്റൂമിൻ്റെ തറയിൽ ടിഷ്യൂ പേപ്പറുകൾ വിരിച്ച് ക്രിസ് ഗാർഡനർ അതിൽ ചുമരും ചാരിയിരുന്നു. അയാളുടെ മടിയിൽ തല ചായ്ച്ച് 5 വയസ്സുകാരൻ മകൻ ക്രിസ്റ്റഫർ ഉറങ്ങുന്നു. ആ റെയിൽവേ സ്റ്റേഷൻ്റെ ബാത്റൂമിൽ അങ്ങനെയാണ് അവർ അഭയം തേടി എത്തിയത്. ജീവനക്കാരോ കാവൽക്കാരോ ആരെങ്കിലും കയറി വന്ന് അയാളും മകനും അവിടെ തങ്ങുന്നത് കണ്ട് അവിടെ നിന്നും അവരെ പുറത്താക്കാതിരിക്കാൻ ആ ബാത്റൂമിൻ്റെ കതക് ക്രിസ് അകമേ നിന്നും കുറ്റിയിട്ടിരിക്കുകയാണ്. വാതിലിൽ ആളുകൾ തട്ടുമ്പോൾ ക്രിസ് ഇരുന്നു കൊണ്ട് തന്നെ വാതിൽ ശക്തിയായി ചവിട്ടിപ്പിടിക്കും, ഒരു കാരണവശാലും ആ വാതിൽ തുറന്നു വരാതിരിക്കാൻ. അങ്ങനെ ആരെങ്കിലും കയറി വന്ന് അയാളുടെ കുഞ്ഞുമകൻ്റെ ഉറക്കം തടസ്സപ്പെടാതിരിക്കാൻ, അവൻ ഭയപ്പെടാതിരിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ക്രിസിൻ്റെ കണ്ണുകൾ ഇടയ്ക്ക് നിറഞ്ഞൊഴുകുന്നുണ്ട്. മുഖത്ത് പരിഭ്രമവും അപമാനബോധവും നിരാശയും സങ്കടവും വേദനയുമെല്ലാം ഇങ്ങനെ നിൽപ്പുണ്ട്. ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന ഹോളിവുഡ് ചിത്രത്തിലെ ഈ രംഗത്ത് ക്രിസ് ഗാർഡനറിൻ്റെ ദുരവസ്ഥ കണ്ട് മനം നൊന്ത് കണ്ണു നിറയാത്തവർ ആരെങ്കിലും ഈ സിനിമ കണ്ടവരിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രിസ് ഗാർഡനർ എന്ന കഥാപാത്രത്തെ വിൽ സ്മിത്ത് എന്ന നടൻ അവതരിപ്പിച്ചിരിക്കുന്നത് ആത്മാവ് കൊടുത്തു തന്നെയാണെന്ന് ഓരോ പ്രേക്ഷകനും മനസ്സിലാവും.